പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പണ്ടൊരു ചെറിയൊരു വീഡിയോ ഇട്ടുണ്ട് രാജകുമാരി എന്നുണ്ട്. ഇത് പ്രോപ്പർ ഇടുക്കിയുടെ വീഡിയോ. നമ്മളിന്ന് പോകുന്നത് ചിന്നക്കനാല്, പൂപ്പാറ, അങ്ങനെയുള്ള റയർ സീൻസ് ഓഫ് ഇടുക്കി. ഞാൻ എപ്പോഴും പറയാറില്ലേ, എൻ്റെ ഫ്രണ്ട് ഇതാണ് മിസ്റ്റർ വർക്കി ബൈജു. ശരിക്കുള്ള പേരുന്ന ബൈജു ടി പോൾ. അങ്ങനെ വലിയ പേരുണ്ട്. ഞങ്ങൾ വർക്കിന്ന് വിളിക്കുള്ളൂ. ആ പുള്ളിയുടെ വീട്ടിൽ വന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇതാ പോണ വഴിയാണ് ഈ കാണുന്നത്. ഇത് രാജകുമാരി. ഞങ്ങൾ നേരെ രാജകുമാരി ടൗണിലേക്ക് പോകും. അവിടുന്ന് നമുക്ക് ഇടുക്കി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നമുക്ക് സാധാരണ കാണുന്ന ഇടുക്കി മൂന്നാറൊന്നുമല്ല, നമുക്ക് ഇടുക്കി ഒന്ന് സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഞാൻ പോണ വഴിക്കുള്ളൊരു സീനാണ്. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട്? പ്യുവർ ഊട്ടിയല്ല, ഇടുക്കി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇടുക്കിക്കും മൂന്നാർ വരുമ്പോഴൊന്നും ഈ വഴിക്കൊന്നും ഒരാളും വരില്ല. കാരണം ഇത് അങ്ങനത്തെ ഏരിയയാണിത്. നോക്കി നോക്കിയേ എങ്ങനെയുണ്ട് നോക്കിയൊക്കെ. മഞ്ഞ് വരണണ്ട, കോട വരണണ്ട, പ്യുവർ കോട വരണണ്ട. ആഹാ, ഇതാണ് മക്കളെ സ്വർഗം. അവിടെ ഒരു മലയാട്ടോ, കാണുന്നുണ്ടെന്നില്ല, അവിടെ ഒരു മലയാണ്. നമ്മുടെ ന്യൂജൻ ജെൻസി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ വന്ന് എന്താ ഈ ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഒരു 2 ആത്മാവിനൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ, ഞങ്ങൾ രാത്രി പറ്റുകയാണെങ്കിൽ രാത്രി കിട്ടുമെന്നില്ല. ഞങ്ങൾ രാത്രി ഇവിടെ വന്നിരിക്കും. പണ്ട് ആദ്യമൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ രാത്രി വന്നിട്ട് ഇവിടെ ഇരിക്കും. ഒരു ഗ്യാപ്പ് വേണ്ട, ഇവിടെ ഇരിക്കും. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ 2 എണ്ണമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ രാത്രി വർദ്ധിച്ചിട്ട് ഇവിടെ ആന വരില്ല ഒരു ചേട്ടാ വരും. അപ്പോൾ പേടിച്ചിട്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കാറ് ഇവിടെ. അങ്ങനത്തെ ഇത് ഈ കാണുന്ന രസം എന്നല്ല കേട്ടോ. രാത്രി വന്നു കഴിഞ്ഞാൽ ഇവിടെ രാത്രി വന്നു കഴിഞ്ഞാൽ വേറെ മൂടായിരിക്കില്ല ഒരു ചേട്ടാ. മഞ്ഞൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ട എന്തെങ്കിലും കണ്ട. എനിക്കിപ്പോൾ ഇവിടെ പുറത്തേക്കൂടെ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ആലോചിച്ചൊക്കെ ഞാൻ രാത്രി പറ്റുകയാണെങ്കിൽ ഇതൊന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ 2 ബിസ്ക്കറ്റ് പോലെ പറ അതിന് മുകളിൽ കയറ്റി വെച്ചേക്കുക. മുനിയറയാണോ അവിടെ? ഒരു 25 നമ്മൾ പോണ റൂട്ടൊന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും ഈ വഴി കൂടെ ഒന്നും സാധാരണ നിങ്ങൾ മൂന്നാറ് ട്രിപ്പ് വരുമ്പോഴോ ഇടുക്കി വരുമ്പോഴോ ഒന്നും ഈ ട്രിപ്പ് ഒരിക്കലും വരില്ല. ഈ ട്രിപ്പ് നമ്മൾ ഇങ്ങനെ തന്നെ വരുള്ളൂ. ഞങ്ങൾ വർക്കിച്ചാണ്ട് ഊട് വഴി അതാ പറയുമ്പോഴേക്ക് വർക്കിച്ചാണ്ട് റിസോർട്ട് അവിടെ ഒരു വഴി, അവിടെ ഒരു വെള്ളച്ചാലുണ്ടായിരുന്നു. ആ വെള്ളച്ചാല ഒരു അടച്ചു എന്നും പറഞ്ഞു. ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര റേറ്റാണ്. കൂടുതൽ ആണെന്നില്ലേ? റൂട്ട് എങ്ങനെയുണ്ട്? അല്ല ഇവിടെ തിരിയുമ്പോഴേ നോക്കിക്കോ, വേറൊരു മൂടാണോ? രാജ്യം തന്നെ മാറിയ പോലെയാവും. ഓ ഗ്യാപ്പ് റോഡിലേക്കാണോ നമ്മൾ വന്ന് കയറിയത്? നമ്മുടെ അണ്ണന്റെ കടയില് ഈ റോഡാണോ ഗ്യാപ്പ് റോഡ്? അതല്ലേ പറഞ്ഞ ഗ്യാപ്പ് റോഡിലേക്കല്ലേ വന്ന് കയറിയെന്ന് പറഞ്ഞേ. അല്ല വേറൊരു സ്ഥലത്ത് വന്ന പോലെ ആയില്ലേ? ഈ ഗ്യാപ്പ് റോഡ് ഇപ്പൊ ബൈക്കേഴ്സിന്റെ മെയിൻ സ്ഥലല്ലേ. നമ്മൾ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു വഴി കൂടെ ഇറങ്ങി വന്ന് നമ്മളിത് മൂന്നാർ ഗ്യാപ്പ് റോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഫേമസ് സെറ്റപ്പാണ്, റോഡാണ്. അടിപൊളി റോഡ്. അർബാനിയൊക്കെ കയറി വരുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ കടകളുണ്ട്. നമ്മുടെ വേറെ ഒരു വണ്ടി കൂടി നമുക്ക് വരാറുണ്ട്. ഞാൻ ഈ വണ്ടിയിൽ വന്നുള്ളത് എൻ്റെ കാറിൽ. ഇനി നമ്മുടെ ഫ്രണ്ട്സ് വരാറുണ്ട്. ഒരു താറിലെടുത്ത് ഞങ്ങളിനി പോകാനുള്ള സ്ഥലത്തേക്ക് നമുക്ക് താറിൽ മറ്റേ ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ആ വണ്ടിയിൽ വരുന്നുണ്ട്. ഞങ്ങൾ വേറെ ഇറങ്ങിയതാണ്. അപ്പോൾ അവർ വരുന്നവരെ ഇവിടെ 5 മിനിറ്റ് കുറച്ച് കുൽസിത പ്രവൃത്തികളായിട്ട് ഇവിടെ ഏർപ്പെടാം. ഗ്യാപ്പ് റോഡിൽ ഒരു തട്ടുകട, ചെറിയ ചായക്കട. ചേട്ടന് എത്ര വർഷമായിട്ട് ഇവിടെ? 50 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ സിംഗകണ്ടം, ചിന്നക്കനാലിൽ നിന്ന് സിംഗകണ്ടം റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ എലിഫന്റ് ക്രോസിങ്ങിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആന ഇവിടെ രാത്രിയൊക്കെ ഇവിടെ രാത്രി ആന ഇറങ്ങില്ലേ? എപ്പോഴും പകലെന്താ കാണാതെ? റോഡിൽ കയറില്ല, വണ്ടികൾ പോണ കാരണം അല്ലേ? വഴി ഇനിയുണ്ട്, അടിപൊളിയല്ലേ? ഇവിടൊക്കെ ആനപ്പിണ്ണൊക്കെ എടുക്കണ്ടോ ചേട്ടാ? അത് രാത്രി ഒന്ന് നിൽക്കണം. പണ്ട് ഞങ്ങൾ ഒരു സ്ഥലമാക്കി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പണ്ട് പോയിട്ട് കണ്ടു. ഫുൾ ഫെൻസിങ് ആണ് ഇവിടെ. ഞങ്ങൾ ഒരു പ്രാവശ്യം രാത്രി പോയിട്ട് ഇവിടെ
ആ ബിൽഡിങ്ങിന് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്, ഒരു ഇതൊക്കെ ഉണ്ട് അവിടെ, ഒരു ആന കയറാതിരിക്കാനുള്ള ട്രഞ്ചൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് രാത്രി കുളിക്കലും ബഹളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ അടിപൊളി സ്ഥലങ്ങളാണ്. ഇപ്പോഴല്ലാട്ടോ, ഒരു 8-9 കൊല്ലം മുന്നേ. രാത്രിയൊക്കെ ഈ വഴിക്ക് വന്നു കഴിഞ്ഞല്ലോ, പകൽ തന്നെ വരുമ്പോൾ നമുക്ക് ഇതാവും. രാത്രി ഇവിടേക്ക് വരാന്നാണ് കുറച്ച് ധൈര്യം വേണം. കാരണം ഒരു മനുഷ്യക്കുട്ടി ഉണ്ടാവില്ല. ഒരു 7 മണി കഴിഞ്ഞ് ഇവിടെ ആള് ഉണ്ടാവില്ലല്ലോ. ഒരു നമ്മളിതാ അരിക്കൊമ്പൻ്റെ കാട്ടിൽ നിൽക്കണ്ട. ഇവിടെ നിന്ന് അവിടെ നിന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേടിച്ച സ്ഥലം എന്ന് പറഞ്ഞില്ലേ അവിടെ. എടാ നീ ഈ പുല്ല് കണ്ടു. നമ്മളിപ്പോൾ പുതിയൊരു 4 വീൽ ഡ്രൈവിൽ കയറിയിട്ട് നമ്മൾ പറഞ്ഞ ആ സ്ഥലം പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണത്. ഇത് കണ്ട, ഇതൊരു വീടാണ്. ഇവിടെ മുകളിൽ കാണുന്നുണ്ട്, അത് ക്ലിയർ അല്ല. എടുത്തോ, ആന കയറാതിരിക്കാൻ വേണ്ടി ട്രഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണത്. വഴി ഇങ്ങനെ നോക്കി നോക്കിയേ, ഫ്രണ്ടിൽ നിന്ന് ഇപ്പത്തേന് ക്ലിയർ അല്ല, കാരണം ബാക്കിൽ നിന്ന് എടുക്കണം. പോണാണെന്ന് വേണ്ട, കുഴപ്പമില്ല, എനിക്ക് എത്ര എടുത്താൽ മതി. വഴി നമ്മൾ പോണ വഴി നോക്കി നോക്കിയേ, ഫുൾ ആനക്കാടാണത്. ആനയുടെ പെരളിയുള്ള സ്ഥലമാണത്. രാത്രി ഇവിടെ ഇതാണ് നമ്മളെടുത്തുള്ള സ്ഥലം. ഇവിടെ ഇത് കാണുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, ഇത് ഇവരിങ്ങനെ വൃത്തിയാക്കി കണ്ട. ഇവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോതപ്പുല്ലൊക്കെ ഇങ്ങനെ പറിച്ച് ഇങ്ങനെ സെറ്റാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയയാണ്. എങ്ങനെയുണ്ട്? ആ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് രാത്രി ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല, ആനയുടെ ഇതൊരു ശല്യമുള്ള സ്ഥലമാണ്. ഇത് കണ്ട, അവിടെ കാണുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ട, അതാണ് നമ്മുടെ ചിന്നക്കനാൽ ആനയിറങ്ങൽ ഡാം എന്ന് പറയാം. എങ്ങനെയുണ്ട് ഡാം സൈറ്റ്? അടിപൊളിയല്ലേ? ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ വന്നത് താറിൽ, അല്ലാണ്ട് ഒറ്റ വണ്ടിയിൽ വരാൻ പറ്റില്ല. ഇതിൽ ഇവിടെ നമ്മൾ എടുത്തുള്ള സ്ഥലത്തിൻ്റെ ഇവിടെ ഒരു വീടുണ്ട്. ഇതൊക്കെ ഇനി വീട് സെറ്റ് ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ ഈ വീട്ടിൽ ഇവർ താമസിക്കാൻ പറ്റില്ല, കാരണം ആന വരുന്ന കാരണം. ഇവർ വീടിൻ്റെ മുകളിലില്ലേ അങ്ങനെ ചെറിയ സെറ്റപ്പ് ആയിക്കൊണ്ട് കാടിന് നടുക്കിൽ 4 വീൽ ഡ്രൈവ് ജീപ്പ് ഇറക്കി വെച്ചിട്ടുള്ള ചെറിയൊരു പരിപാടി ഉണ്ട്. നോക്കി ഈ ആംബിയൻസ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി കിട്ടുമോ? ഇത്രയും നല്ല ആംബിയൻസിൽ ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടെണ്ണം അടിക്കാനും പറ്റുമോ? അതിനുണ്ട് പരിപാടി. ഫ്രണ്ട് ഇരുന്നത് ഇനിയാണ് യാത്ര. ആഹാ, അടിപൊളി. എങ്ങനെയുണ്ട്? അത് വിഷയമില്ല, സംഭാഷണം വിഷയം. സംഭാഷണമാണ് നമുക്ക് വേണ്ടത്, റോ എഡിറ്റിംഗ് സംഭാഷണം നമുക്ക് വേണ്ടത്. പേരൊക്കെ എല്ലാവരും പറയും പോണെന്ന്. ഇല്ല, ഓക്കെ, നിങ്ങളുടെ പേര് പറയുന്നില്ല പോരെ? CPയുടെ പേര് പറയാലോ, CP ദ ഡ്രൈവർ. അത്ര സ്ഥലത്തിന്റെ ഒരു യാതൊന്നും വരില്ല പോരെ? ഇല്ല 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 ഇല്ല, എനിക്കറിയില്ലല്ലോ പറയാൻ. ആഹാ, ഈ കൈ നമ്മുടെ പറമ്പിന്റെ അങ്ങേറ്റം വരെ. ഇത് എങ്ങനെയുണ്ട് ഡാമിന്റെ സൈറ്റ്? ഇവിടെ ട്രീ ഹൗസ്. ഈ പാറപ്പുറത്ത് ഞാൻ ഷെഡ് വെക്കാൻ പ്ലാൻ ഉണ്ട്. അല്ല, ഇതിന്റെ ഈ സൈഡിലെ മണ്ണ് മാന്തി കളയണം. എന്നാന്നറിയോ? അല്ലെങ്കിൽ ആന കയറും, താഴേന്ന് ആന കയറുന്ന മിണ്ടിക്കഴിഞ്ഞ ആന. നിങ്ങൾ ഈ പറച്ചില് മാത്രമല്ലോ. ഇതാ ഈ വർക്കിച്ചേട്ടൻ നിങ്ങളുടെ കണ്ണാട, വർക്കിച്ചേട്ടൻ നിങ്ങളുടെ കണ്ണാട. അതെന്റെ അല്ലല്ലോ. ആന വരട്ടേന്ന്. ആനനെ ആർക്കാ പേടി? ആനക്ക് ധൈര്യം വരട്ടെ. രണ്ടുപേരും കൂടെ വെപ്പ വെക്കരുത്. ആന വന്ന എല്ലാരും ചത്തു. ആന ഞാൻ വണ്ടി എടുത്തിട്ട് ബാക്കി പിടിക്കും. എനിക്ക് പറ്റില്ല, ഓടാൻ പറ്റില്ല. ഇവരെ നമ്മൾ ഇവരുടെ സ്വത്തുക്കൾ വാങ്ങാൻ പാടില്ല, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്.
ആനേനെ കാണാനുള്ളൊരു പരിപാടി. ആനെ കണ്ടിട്ട് വരാം. അപ്പുറത്ത് ഇപ്പോഴൊന്നാണ് വഴി എങ്ങനെയുണ്ട്? അടിപൊളി വഴി. അമ്മേ ഇവിടെ എവിടെയോ ആനയുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കി നോക്കാം. കാണുന്നുണ്ടാ? നടക്കലാണ് എനിക്ക് പറ്റാത്തേടാ. നടക്കൽ ശീലമില്ലാത്ത തന്നെ. ഇത് ആനപ്പിണ്ടല്ലേ ഇത്? വാവ്. ഇവിടെ ആനയില്ലാന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്, ആനയുണ്ട്. ചേട്ടാ ആന അടുത്ത് വരികയെന്ന് പറഞ്ഞോട്ടോ. ഓടാനൊന്നും പറ്റില്ലേ? അല്ല അങ്ങനെ നോക്കണു ചേട്ടാ. ആ മരത്തിൻ്റെ അവിടെ ആനയുണ്ട്. ഇതാ നിൽക്കണു. ഇതിലെത്ര ക്യാമറയിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. അല്ലല്ലോ അത് നിൽക്കണ ചേട്ടാ, നിങ്ങൾക്ക് കണ്ടാണല്ലേ? ഇങ്ങോട്ട് വാ. അതന്നെ തിരിച്ചോണ്ടോ? പിന്നെ അത്ര കയറ്റം അത്ര പെട്ടെന്ന് കിട്ടില്ല ചേട്ടാ. പേടിക്കണമെന്ന് ചിന്തിച്ചാ അത്രേ ഉള്ളൂ. പിന്നെ ഒരു രക്ഷയില്ല. ഒരു കാര്യമില്ല. ഈ സാധനം കൂളായിട്ട് 60 കിലോമീറ്റർ സ്പീഡിൽ ഓടുക അറിയോ? 10 കിലോമീറ്റർ. ഒരു കയറ്റം കയറാൻ പറ്റില്ലേ? ഏറ്റവും സുഖം ഇറക്കിറങ്ങാൻ ഒരുപാട്. കയറ്റം കയറാൻ പറ്റത്തില്ലല്ലോ. 3 അവിടെ പിടിയാനേ. അത് കൊമ്പനല്ല. കൊമ്പനല്ല. ആ കുഞ്ഞും പിടി. അല്ല കൂടെ ഉണ്ട്. ആനയുണ്ട് കൂടെ ഉണ്ട്. അല്ലല്ലോ ചേട്ടാ, ഞാൻ എത്രയും കണ്ടുള്ളൂ. അതിന്റെ കൂടത്തെ ഒരു കുഞ്ഞ് നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കണ്ണിന് വേറെ വല്ല പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് എനിക്ക് കാണാറില്ല. ഇത് വലിയ ആനയാടാ. തിരിച്ചു പോരാൻ തുടങ്ങുന്നു. തിരിച്ചു പോണ വഴിയാണ്. നോക്കിയൊക്കെ ഹെവി വഴി. എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ വീട് കെട്ടി താമസിക്കുന്ന ആൾക്കാരുണ്ടോ? ഷെഡുള്ള വീട് പണികളെ ധൈര്യമായിരിക്കും. രാത്രി ആന വന്നിട്ട് തട്ടി പൊളിക്കും. പൊന്മന്റെ വഴി എങ്ങനെയുണ്ട്? റോഡ് ഇതൊന്നും നിങ്ങൾക്ക് വേറെ എവിടെ പോയി മൂന്നാറ് വന്നാലും കാണാൻ പറ്റില്ല. ഇതുപോലത്തെ വഴികളും ഇതുപോലത്തെ യാത്രകളും. അമ്മേ, ക്യാമറ എടുത്തിട്ട് പിടിക്കാൻ നിൽക്കാൻ തന്നെ വയ്യ. എങ്ങനെയുണ്ട് റോഡ്? ഇവിടേക്ക് വരണ നഷ്ടമല്ല. വെള്ളം കള്ളു പിടിച്ചിട്ടല്ല, അല്ലാതെ മരിച്ചു. ഇവിടെയാണോ വീട്? ഇതല്ല നമ്മുടെ വീട്. പുള്ളിയുടെ വീടോ? ഇതാണല്ലോ നമ്മുടെ വീട്, നമ്മുടെ ഭവനം. അടുത്താഴ്ച നമ്മളിവിടുത്തെ ഒരു ചെറിയൊരു താമസിക്കുന്ന സ്ഥലം. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഇവിടെ കണ്ട. നിന്റെ പേര് പറഞ്ഞടാ? ജോഷ. ഇവനാണ് നമുക്ക് ഈ സാധനം കാണിച്ചു തരാൻ പോകണം അല്ലടാ? എനിക്ക് ഈ സ്ഥലമൊക്കെ അറിയോ? ഇവിടുന്ന് ഇറങ്ങിയ നമുക്ക് അയലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ പോയല്ലോ. ഈ അയലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ പോയല്ലോ, അതിൻ്റെ ഉള്ളിൽ പോയല്ലോ. അല്ലടാ, നമുക്ക് ഈ വഴി കൂടെ ഇറങ്ങാൻ പറ്റുമോ? നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നൊരു വീടാട്ടോ. രാത്രിക്ക് വന്ന് താമസിച്ചുകൊണ്ടിരുന്നൊരു വീടാണ്. ഞാനിവിടെ പണ്ട് വന്നിട്ടാ. നീയൊക്കെ ചെറിയ കുട്ടിയായിരിക്കും അന്ന്. അതുകൊണ്ടാ ഏലക്കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലടാ? നിനക്ക് പേടിയില്ല? ഭയം ഉണ്ടല്ലേ? നിന്നെ ഇപ്പോഴേ കാണുള്ളൂ. നീ നോക്ക്, കണ്ടാ
എങ്ങനെയുണ്ട്? കൊള്ളാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലോ? എങ്ങനെ? ഇതിനുള്ളിൽ നടന്നാലോ? വായോ. പ്രശ്നം ഉണ്ടാവൂടാ? പ്രശ്നം ഉണ്ടാവോ? പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം കാണത്തില്ല. നമ്മളിത് ഏലക്കാടിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ആഹാ, എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിനുള്ളിലേക്ക് എവിടെ എത്തുന്നത്? അത് നിനക്ക് പേടിയുണ്ടാ ജോഷുവോ? ഇല്ല ഇല്ല ഇല്ല. അവന് പേടിയില്ല എന്ന് പറയണേ. അപ്പം എനിക്കും പേടിയില്ല. ഈ 2ാം ക്ലാസ്സിൽ പഠിക്കണ ഇവന് നോക്കടാ, ഈ 2ാം ക്ലാസ്സിൽ പഠിക്കണ ഇവന് പേടിയില്ലേ, പിന്നെ എനിക്ക് പേടിക്കാൻ പറ്റുമോ? ഇല്ലടാ. നീ ഇവിടുന്ന് എങ്ങനെയാ താഴത്തേക്ക്? താഴത്തേക്ക് എങ്ങനെയാ? താഴത്തേക്കോ? വേണ്ട, നമുക്ക് കയറാം അല്ലേ? കയറിക്കോ, റിസ്ക് എടുക്കണ്ട അല്ലേ? ഓക്കെ, ഞങ്ങൾ തിരിച്ച് കയറാം. ഇങ്ങനെയാണ് നമുക്ക് വഴികാട്ടി. കയറുക 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 കയറുക. അമ്മേ.